ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണണേ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ജോർജറ്റിൻ്റെ ആ ഒരു സെറ്റ് വരുന്ന ഒരു ചുരിദാർ പീസാണ്. അപ്പോൾ അതിൽ നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇത് ചുളുങ്ങി കിടന്നാൽ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല. കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ അയൺ ചെയ്യാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ ആ ഒരു ജോർജറ്റിൻ്റെയൊക്കെ മെറ്റീരിയൽ വരികയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കണേ. അത് ഇപ്പോൾ നമ്മൾ ഹീറ്റ് നോക്കിയേക്കണം. ഇപ്പോൾ ചൂട് കൂടി പോകാൻ പാടില്ല. ആ ഒരു കുറഞ്ഞ ചൂടിലിട്ടിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ അളവുകളൊക്കെ കൃത്യമായിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാനിതൊരു 4 ഫോൾഡിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം മടക്കിയ രീതി നിങ്ങൾ കണ്ടല്ലോ, ആ രീതിയിലിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇച്ചിരി കൂടി എളുപ്പമായിരിക്കുമേ. ആദ്യം ഞാനിതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ആ ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ കസ്റ്റമറിന് വേണ്ടത് ഒരു 44 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു 46 ഇഞ്ച് ലെങ്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച വരയിൽ നിന്ന് മുകളിലേക്കാണ് ആ ഒരു നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തത്. നമ്മളിനി ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു വരയ്ക്കകത്തോട്ടാണ് നമ്മളിനി ആ ഒരു ഷോൾഡറും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളവിടെ ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു 46 ഇഞ്ച് വരച്ചതിൻ്റെ ആ ഒരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇനി ഞാനൊരു ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. ഷോൾഡർ നമ്മളിവിടെ ഒരു 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ താഴേക്ക് വരുന്ന ആം ഹോളും നമ്മൾ വരയ്ക്കാൻ വേണ്ടി 7 ഇഞ്ച് തന്നെയാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം എല്ലാം കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അത് നമ്മുടെ എത്രയാണോ ഷോൾഡർ അതിനനുസരിച്ചായിരിക്കും വരുന്നത്. ഇപ്പോൾ 8 ഇഞ്ചാണെങ്കിൽ ഞാൻ താഴേക്ക് എടുക്കുന്നതും 8 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മളൊരു ലൈൻ വരച്ച് ബോക്സ് പോലെ ആക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ 7 ഇഞ്ചിൻ്റെ പകുതി ഒരു 3.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു ആം ഹോൾ കട്ട് ചെയ്യുന്നത് എല്ലാ മെറ്റീരിയലിലും എല്ലാ അളവിലും ഈ ഒരു രീതിയിലായിരിക്കും. അപ്പം 3.5 ഇഞ്ചാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് നമ്മുടെ സ്വന്തം ചുരിദാറൊക്കെ ആയാലും ഒന്ന് തയ്ച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്ത് പഠിച്ചാൽ. ഇനി നമ്മൾ ആ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ സൈഡിലേക്ക് അകത്തേക്ക് ഒരു 1/4 ഇഞ്ച് നീക്കി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് എൻ്റെ ഇത് പോകുന്നുണ്ടെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരുന്നത്. എന്നിട്ട് ആ ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ. ഇത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം. ഞാൻ സാധാരണ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ആ സ്കെയിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചത്. ഇനി നമ്മൾ ഈ ഒരു ഷോൾഡർ ആം ഹോളിൻ്റെ ഡെപ്ത് കൊടുക്കുന്ന 1 ഇഞ്ചാണ്. അപ്പോൾ ഇതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ 24 ഡിവൈഡ് ചെയ്യണം. 24 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ ഒരു കൈക്കുഴി എത്രയാണോ കുഴിവ് വരേണ്ട അത് കിട്ടും. പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ അകത്തേക്ക് നീക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ആം ഹോൾ കർവ് അവിടെ ആ ഒരു മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളിനി ചെസ്റ്റിൻ്റെ പോർഷന് ആണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനായിട്ട് ചെസ്റ്റിൻ്റെ അളവ് എങ്ങനെയാണ് അവിടെ വരേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ചെസ്റ്റ് അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് +4 ഡിവൈഡഡ് ബൈ 4 ഈ ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ കൂടെ 37 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വരുമ്പം നമുക്കൊരു 41 ഇഞ്ച് കിട്ടും. അപ്പോൾ അതിനെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ എഴുതിയിടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസമേ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള 10.25. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യണേ. തയ്യൽ തുമ്പ് വേണ്ട എന്ന് പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അല്ലാതെ വരുന്നവർക്കെല്ലാം നമുക്ക് പിന്നീടൊന്ന് ഓൾട്രേഷൻ വല്ല ഇച്ചിരി കൂട്ടണം ബോഡി. ഇപ്പോൾ ഇച്ചിരി വണ്ണം വെച്ചാലും നമുക്കൊന്ന് ഇച്ചിരി അഴിച്ച് വിടണമെന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് ഇത്രയും തയ്യൽ തുമ്പുണ്ടെങ്കിലേ പറ്റത്തുള്ളേ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഷേപ്പാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത്. ഷേപ്പിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് നമുക്കിവിടെ 33 ഷേപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ചാണ് കൂട്ടേണ്ടത്. എന്നിട്ട് 4 കൊണ്ട് തന്നെ സെയിം മെത്തേഡിൽ ഡിവൈഡ് ചെയ്യണേ.
അപ്പം നമുക്കിവിടെ 36 ഇഞ്ച് കിട്ടി 3 കൂട്ടിയപ്പോൾ. അതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടിയേ. അതിൻ്റെ കൂടെ നമ്മൾ ഇനി ഒരു 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അതാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റ് പോർഷനാണ്. വേസ്റ്റ് ഇവിടെ 40 വന്നിട്ടുള്ളത്. അപ്പം 40ൻ്റെ കൂടെ നമ്മൾ ആദ്യം ചെസ്റ്റിൻ്റെത് കണ്ടുപിടിച്ചതുപോലെ തന്നെ 4 കൊണ്ട് കൂട്ടണം. എന്നിട്ടാണ് നമ്മൾ 4 കൊണ്ട് ഹരിച്ചെടുക്കേണ്ടത്. അപ്പം 44 ഡിവൈഡഡ് ബൈ 4 വരുവേ. അപ്പോൾ അതിൻ്റെ ഇത് വരുന്നത് 11 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കുമ്പം കൂടുതലൊന്നും ചേർക്കത്തില്ല, 1 ഇഞ്ച് മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളേ. അപ്പം നമുക്കിവിടെ ടോട്ടൽ വരുന്ന ഒരു 12 ഇഞ്ചായിരിക്കും സീം അലവൻസ് കൂട്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ഞാനിവിടെ ഒരു 10.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു കൈക്കുഴിയുടെ ഭാഗം വരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ തയ്യൽ തുമ്പെടുത്ത് 1.5 ഇഞ്ചിലേക്കല്ല മാർക്ക് ചെയ്ത് കൊടുത്തത്, ആ ഒരു 10.25 ഇഞ്ച് എടുത്ത് ആ ഭാഗത്തേക്കാണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 14.5 ഇഞ്ച് ആദ്യം ഷേപ്പ് അടയാളപ്പെടുത്താൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ ആ സ്ലിറ്റിൻ്റെ പോർഷൻ അടയാളപ്പെടുത്തി കൊടുക്കാൻ 22 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതും നമ്മൾ ഇതുപോലെ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിവിടത്തേക്കൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി തയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴെ വേസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ആ ഒരു 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തേ. ഇനി കുറച്ച് വയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടി, അവിടെ ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ആ ഷേപ്പും ആ വേസ്റ്റും തമ്മിലുള്ള സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ കൂടി നമ്മൾ ആ ഒരു 11 ഇഞ്ച് താഴെ നമ്മൾ വേസ്റ്റ് പോർഷനിൽ വരച്ചല്ലോ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണമേ. ഇവിടെ ഞാനത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ എക്സ്ട്രാ ആ ഒരു തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വന്ന ലൈൻസിനെ എല്ലാം കൂടി ജോയിൻ്റ് ചെയ്താണ് വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിങ് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ താഴെ നമ്മൾ ആ സ്ലിറ്റിൻ്റെ താഴ്ഭാഗം ബോട്ടം പോർഷൻ വരുന്നത് നമ്മളൊരു 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചിലർക്ക് ഇച്ചിരി കൂടുതൽ കവർ ചെയ്ത് ആ ഒരു സ്ലിറ്റ് പോർഷൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൂട്ടി 14 ഇഞ്ചൊക്കെ എടുക്കാവേ. ഞാൻ 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ്റ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ലതുപോലെ നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ അത് നമ്മൾ ലൈൻസ് എല്ലാം കൂടി ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇവിടെ ഞാൻ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. കസ്റ്റമറിന് വി നെക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു റൗണ്ട് നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ബാക്ക് വശവും ഫ്രണ്ടും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് കുഴിച്ചൊന്നും വെട്ടുന്നില്ല. ഈ ഒരു മെതേഡി വെട്ടിയാൽ ഒരുപാട് അങ്ങ് പുറകുവശം അങ്ങ് കുഴിഞ്ഞ് വരുത്തതുമില്ല. ഈ ഒരു ഫ്രണ്ടും ബാക്കും ഏകദേശം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ചുളിവൊന്നും വരാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെതേഡിൽ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി ഇതാ നമുക്ക് ആ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3.25 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. നമുക്ക് 3.5 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ 1/4 ഇഞ്ച് കുറച്ചിട്ട് ഒരു 3.25 ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. പിന്നെ താഴേക്ക് വരുന്ന ലെങ്ത് ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചാണ്. 5.25 നമുക്ക് വരണം അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം. അതുപോലെ ബാക്ക് നമ്മൾ 3 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പീസും കൂടി ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഒരുമിച്ച് അങ്ങ് വരച്ചെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ആദ്യം ബാക്കിലത്തെ പീസാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അത് രണ്ടും കൂടി നമ്മൾ ഒന്നിച്ച് വെച്ചതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവേ. ഇനി ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം എന്താ ഇതുപോലെ നമ്മളൊന്ന് നോക്കിയിട്ട് താഴേക്ക് വരുന്ന പോർഷൻ മാത്രം നമ്മൾ ആ റൗണ്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ.
അപ്പോൾ സിമ്പിളാണ്, എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്ത് കഴിയാം നമുക്ക്. അപ്പോൾ അതാ 2 പീസും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ ക്രീപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തേക്കുന്നത്. ഞാൻ 2.25 മീറ്ററാണ് ഇവിടെ ലൈനിങ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊരു വീതി വശം ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ലൈനിങ് പോർഷൻ്റെ വീതി വശമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു 44 ഇഞ്ചിനടുത്ത് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇട്ടിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പീസും നമുക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ പ്രത്യേകം, അതുപോലെ ബാക്കിലത്തെ പോർഷൻ പ്രത്യേകമായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവേ. എടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി സ്ലീവ് കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു നമ്മൾ ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന പീസാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ ആ മടക്കുകളൊക്കെ ഒന്ന് നിവർത്തിയെടുക്കാം, കട്ട് ചെയ്ത് നിവർത്താം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ജോയിൻ്റ് പോർഷൻ നമുക്ക് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു സ്ലീവ് കട്ട് ചെയ്യത്തുള്ളേ. നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ട അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അധികം ഇട്ടിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പീസുകളൊന്നും കളയുന്നില്ല. ഇതിനെന്തെങ്കിലും ഏപ്പോ അതുപോലെ കഴുത്തിനൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പീസുകളൊക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഇനി കൈയുടെ പോർഷൻ്റെ ലൈനിങ് ആണ് ഈ വരുന്നത്. ഇത് നമ്മൾ 2 ആക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി സ്ലീവ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ ഒരു 15 ഇഞ്ചാണ് കൈയുടെ ഇറക്കാൻ വേണ്ടത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 17 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ വരുന്നത് 16.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി ഒരു 8.25 ഇഞ്ചാണ് വരുന്നത്. ഇനി 8.25 ½ ഇഞ്ച് കുറച്ചിട്ട് നമുക്കൊരു 7.25 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ അടയാളപ്പെടുത്തുന്ന പോലെ. എന്നിട്ട് അവിടെ നിന്ന് താഴേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണേ. അപ്പോൾ എത്രയാണ് നമ്മുടെ ആം ഹോൾ വരുന്ന അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ആയിരിക്കണം ഓരോരുത്തരും അവരവരുടെ അളവിന് എടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ചരിച്ച് വെച്ചെടുത്തേക്കുന്നുണ്ടോ അത് നമ്മൾ 8.25 മാർക്ക് ചെയ്യേണ്ടത്. ആ വരയിൽ എവിടെയാണോ 8.25 വരുന്നത് അവിടെയാണ് നമ്മൾ കൊണ്ടുവച്ച ആ ലൈൻ ചരിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി 8.25 ആദ്യം പകുതി ഒന്ന് ഒന്ന് അടയാളപ്പെടുത്തി 4 ഒരു വരയും കൂടിയാണ് അടയാളപ്പെടുത്തിയത്. പിന്നെ 4ൻ്റെ ആ ഒരു വരയും കൂടി ഉള്ളതിൻ്റെ പകുതി അത് നമ്മൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിഡ് പോയിൻ്റ് എല്ലാ ലൈൻസിൻ്റെയും കാണണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിചാരം. അതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4.25 പകുതി കണ്ടതിൻ്റെ ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് 1/4 ഇഞ്ചും അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ താഴേക്ക് ഒരു 1/4 ഇഞ്ചും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി പറഞ്ഞു തരുമ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി. ഇനി ആ ലൈൻസ് എല്ലാം നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തൊന്ന് വരച്ചെടുക്കാം കൈയുടെ ഷേപ്പിലേക്ക്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വ്യക്തമായിട്ട്. ഈ ലൈൻസ് എല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഈ സ്ലീവ് ഞാൻ കുഴിച്ചൊന്നും വെട്ടുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് കണക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. നമ്മുടെ ചുരിദാർ ഇതുവരെയായിട്ട് സ്റ്റിച്ച് ചെയ്തതിലെല്ലാം നമുക്ക് നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ചുളിവൊന്നും വരാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൈ നമ്മളൊരു തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് അതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്തെ കൈയുടെ വണ്ണവും എല്ലാം അടയാളപ്പെടുത്തിയിട്ട് അവിടെയും തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ 2 ലൈനും കൂടി ജോയിൻ ചെയ്ത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ലീവ് കട്ട് ചെയ്തും കൂടി എടുക്കാവേ. ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ ആ ഒരു ഇനി നമ്മൾ ആ മെയിൻ ക്ലോത്ത് ആ ഒരു ഏപ്പുകളൊക്കെ പിടിപ്പിച്ചിട്ട് രണ്ടും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് ഈ ഒരു അളവിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്ലീവ് റെഡിയായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നടുഭാഗം എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അടയാളം അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി. അപ്പം ഞാൻ നിവർത്തി കാണിച്ചു തരാം എൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ കുഴിച്ചൊന്നും വെട്ടുന്നില്ല, ഈ ഒരു രീതിയിലാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ.